ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. സോ നമുക്കിന്ന് SSC എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട PYQs, അതായത് നമ്മൾ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള എക്സാംസ് നോക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് PYQs ആണ് നമുക്കിന്ന് നോക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടി CCL ഓണം ഓഫേഴ്സ് ഉണ്ട്. സോ ഓഗസ്റ്റ് 31 വരെ നമുക്ക് ഓഫേഴ്സ് ഉണ്ട്. സോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതയാത്ര, അതായത് നിങ്ങളുടെ സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യുക. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. PYQs. So first question, goods that are non-excludable and non-rivalrous in consumption are categorized as. അതായത് നോൺ റൈവലറിയും അതേപോലെ തന്നെ നോൺ എക്സ്ക്ലൂഡബിലിറ്റി ഫീച്ചർ ആയിട്ട് വരുന്നത് ഏത് ടൈപ്പ് ഓഫ് ഗുഡിനാണ്? ദാറ്റ് ഈസ് പ്രൈവറ്റ് ഗുഡ് ഓൾവേസ് നമുക്കറിയാം റൈവൽറസ് ആണ് അല്ലെ, റൈവലറി ഉണ്ട്, കാരണം എന്താണ്, അതിനൊരു മത്സരമുണ്ട്. സോ അതേപോലെ തന്നെ എക്സ്ക്ലൂഡബിൾ അല്ല അല്ലെ, നോൺ എക്സ്ക്ലൂഡബിൾ അല്ല, അതിന് എക്സ്ക്ലൂഡബിലിറ്റി ഒഴിവാക്കാൻ പറ്റും, കാരണം പ്രൈവറ്റ് ഗുഡ്സിൽ പ്രൈസ് ഇമ്പോർട്ടന്റ് ആണ്. സോ ഒരു ലക്ഷറി ഗുഡ് ഉണ്ടെന്ന് വിചാരിക്കുക, സോ നമുക്ക് എന്താണ്, അഫോർഡ് ചെയ്യാൻ പറ്റുന്നവൻ അത് വാങ്ങാൻ പറ്റും, അവൻ എക്സ്ക്ലൂഡബിൾ അല്ല. ഓക്കെ, അപ്പൊ നോൺ എക്സ്ക്ലൂഡബിലിറ്റിയും നോൺ റൈവൽറസും ഏതിന്റെയാണ്? പബ്ലിക് ഗുഡിന്റെ ഫീച്ചർ ആണ്. ഓക്കെ, പബ്ലിക് ഗുഡിലാണ് എന്താണ്, ഫ്രീ കോസ്റ്റ് അല്ലെ, ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള ഗുഡ്സിനെയാണ് എന്താണ് നോൺ എക്സ്ക്ലൂഡബിലിറ്റിയും നോൺ റൈവൽറസും ഫീച്ചേഴ്സ് ആയിട്ട് വരിക. ദെൻ next question, which curve shows the relationship between unemployment rate and inflation rate in an economy? Economy unemployment rate inflation rate അതിന്റെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന കർവ് ഏതാണ്? സോ ലോറൻസ് കർവ്, ലാഫർ കർവ്, ഫിലിപ്സ് കർവ്, ഏഞ്ചൽ കർവ് എല്ലാം എന്താണ് എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട കർവ്സ് ആണ്. സോ ഇത് ഓരോന്നും നമ്മൾ പഠിക്കണം. ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു PYQയിൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പക്ഷെ ഇതിന്റെ ആൻസർ മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ പോരാ, ഓരോ കർവും എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സോ അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നത് ഫിലിപ്സ് കർവ് ആണ്. ഓക്കെ, ഫിലിപ്സ് കർവിലാണ് നമുക്ക് റിലേഷൻ കാണാൻ പറ്റുക. സോ ഇതാണ് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്, ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ആണിത്. സോ ഇതിന്റെ ഷേപ്പ് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അല്ലെ, നെഗറ്റീവ് സ്ലോപ്പ് ആണ് കാണാൻ പറ്റുന്നത്. ദാറ്റ് മീൻസ് എന്താണ്, ഇവിടെ എക്സ് ആക്സിസിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കാണാം, Y ആക്സിസിൽ ഇൻഫ്ലേഷൻ റേറ്റ് കാണാം. സോ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് കിട്ടിയാൽ ദാറ്റ് മീൻസ് എന്താണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു ഫാക്ടേഴ്സ് അല്ലെ. അപ്പോൾ അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ദാറ്റ് മീൻസ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇസ് ദിസ് മച്ച്. ഓക്കെ, ഇത്രയുമാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് ഇങ്ങനെ. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് റേറ്റും ഇൻഫ്ലേഷൻ റേറ്റും തമ്മിലുള്ള ട്രേഡ് ഓഫ് രണ്ടും കൂട്ടിമുട്ടുന്നിടത്താണ് എന്ത് രൂപപ്പെടുന്നത്? ഫിലിപ്സ് കർവ് രൂപപ്പെടുന്നത്. സോ എന്താണ്, ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് കുറയും, അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നു. സോ ദിസ് മച്ച് അൺഎംപ്ലോയ്മെന്റ്, സോ ഇൻഫ്ലേഷൻ കുറയുന്നു. ദാറ്റ് മീൻസ് പ്രൈസ് ലെവല് കുറയുന്നു, ഇവിടെ ഒരു ട്രേഡ് ഓഫ് ഉണ്ടാവുന്നു. സോ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് കാണിക്കുന്നു, ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഷോർട്ട് റണ്ണിലാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഹൈ അൺഎംപ്ലോയ്മെന്റ് മീൻസ് ഹൈ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുമ്പോൾ ലോ ഇൻഫ്ലേഷൻ. ഓക്കെ, ലോ ഇൻഫ്ലേഷൻ. അതുപോലെ തന്നെ ലോ അൺഎംപ്ലോയ്മെന്റ് മീൻസ് ഹൈ ഇൻഫ്ലേഷൻ. രണ്ടും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ദാറ്റ് അതെന്താണ്, ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ആണ്. ഷോർട്ട് റൺ ഫിലിപ്സ് കർവിലാണ് നമുക്ക് ഈ ഒരു എന്താണ് അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും തമ്മിലുള്ള ട്രേഡ് ഓഫിൽ എന്ത് കാണാൻ പറ്റുന്നത്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് കാണാൻ പറ്റുന്നത്. ദാറ്റ് മീൻസ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ റേറ്റ് ആർ ഇൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്, ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ്. ദെൻ നെക്സ്റ്റ് ലോങ് റൺ ഫിലിപ്സ് കർവ്. അപ്പൊ ലോങ് റണ്ണിൽ നോക്കുവാണെങ്കിൽ അവിടെ ട്രേഡ് ഓഫ് നമുക്ക് കാണാൻ പറ്റില്ല, കാരണം എന്താണ്, ഇൻഫ്ലേഷൻ റേറ്റും അൺഎംപ്ലോയ്മെന്റ് റേറ്റും തമ്മിൽ എന്താണ് ഒരു ട്രേഡ് ഓഫ് നമുക്ക് കാണാൻ പറ്റില്ല. ഇൻഫ്ലേഷൻ നോക്കി ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു, ഇൻഫ്ലേഷൻ പ്രൈസ് ലെവല് ഇൻക്രീസ് ചെയ്തു പോകുന്നു, പക്ഷേ എന്തിനു മാറ്റമില്ല? അൺഎംപ്ലോയ്മെന്റ് റേറ്റിന് ഒരു മാറ്റവുമില്ല. അൺഎംപ്ലോയ്മെന്റ് ഒരു ചേഞ്ചും ഇല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. സോ അൺഎംപ്ലോയ്മെന്റ് കോൺസ്റ്റന്റ് ആയി നിൽക്കുകയും എന്നാൽ പ്രൈസ് ലെവൽ കൂടുകയും ചെയ്യുന്നു. എപ്പോ? ലോങ് റണ്ണിൽ എന്നാണ് ആര് പറയുന്നത്? W ഫിലിപ്സ് പറയുന്നത്. സോ ലോങ് റൺ ഫിലിപ്സ് കർവിന്റെ ഷേപ്പ് എന്താണ്? വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, വെർട്ടിക്കൽ
സ്ട്രെയിറ്റ് ലൈൻ ആണ് ലോങ് റൺ ഫിലിപ്സ് കർവ്. ഷോർട്ട് റണ്ണ് മാത്രമാണ് എന്ത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ലോങ് റണ്ണും ഷോർട്ട് റണ്ണും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഷോർട്ട് റണ്ണിൽ മാത്രമാണ് നമുക്ക് അവിടെ ഇൻഫ്ലേഷൻ റേറ്റും അൺഎംപ്ലോയ്മെന്റ് റേറ്റും തമ്മിലൊരു ട്രേഡ് ഓഫ് കാണാൻ പറ്റുക. ലോങ് റണ്ണിൽ എന്തില്ല, അൺഎംപ്ലോയ്മെന്റ് റേറ്റിന് ചേഞ്ച് ഇല്ല, പക്ഷെ ഇൻഫ്ലേഷൻ റേറ്റ് മാറുന്നു, ചേഞ്ച് ചെയ്യുന്നു. Then next question, what does the Laffer curve demonstrate in public finance? അപ്പോൾ Laffer curve എന്താണ്? Laffer curve എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ GDP ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെന്റ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടാക്സ് റേറ്റ് ആൻഡ് ടോട്ടൽ ടാക്സ് റവന്യൂ കളക്റ്റഡ്, then റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇൻ എ പോപ്പുലേഷൻ. അപ്പോൾ എന്താണ് ലാഫർ കർവ്? ലാഫർ കർവ് ഇതാണ് ലാഫർ കർവ്. അപ്പോൾ ടാക്സ് റേറ്റ് അല്ലെ, ടാക്സ് റേറ്റും അതേപോലെ തന്നെ ടാക്സ് റവന്യൂവും തമ്മിലുള്ള റിലേഷൻ ആണ് ലാഫർ കർവ് കാണിക്കുന്നത്. അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ എന്താണ് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തും കൂടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ടാക്സ് റവന്യൂ. ഓക്കെ, ഇവിടെ ഇങ്ങനെ ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ടാക്സ് റവന്യൂവും ഇൻക്രീസ് ചെയ്യുന്നു. തീർച്ചയായും ടാക്സ് റേറ്റ് ഓരോരുത്തരും ഓരോ ആൾക്കാരും ടാക്സ് പേ ചെയ്യുന്നതിനനുസരിച്ച് ഗവൺമെന്റിന് കിട്ടുന്ന റവന്യൂവും കൂടുന്നു. അങ്ങനെ ഒരു പീക്ക് ലെവലിൽ എത്തുന്നു. ഓക്കെ, ഗവൺമെന്റിന്റെ റവന്യൂ അതായത് ടാക്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻകം റവന്യൂ പീക്ക് ലെവലിൽ എത്തുന്നു, മാക്സിമം എത്തുന്നു. പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു, വീണ്ടും ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്യാണ്, ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യാണ്. നോക്കി, അപ്പോൾ റവന്യൂവിന് എന്ത് സംഭവിക്കുന്നു, റവന്യൂ കുറയുവാണ് ചെയ്യുന്നത്, കുറഞ്ഞു വരുന്നു. ദാറ്റ് മീൻസ് ടാക്സ് റേറ്റ് 100% എത്തുമ്പോഴേക്കും എന്താകുന്നു, ടാക്സ് റവന്യൂ 0 പോവാണ് ചെയ്യുന്നത്. അതായത് ഒരു ലെവൽ വരെ, ഒരു പരിധി വരെ ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് റവന്യൂ കൂടും. അതിനുശേഷം വീണ്ടും എന്താണ് മാക്സിമത്തിൽ നിന്ന് വീണ്ടും ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുക, എല്ലാവരും ടാക്സ് പേ ചെയ്യാൻ തയ്യാറാവില്ല. ടാക്സ് ഇവേഷനുള്ള മാർഗങ്ങൾ എല്ലാവരും നോക്കും. സോ ഗവൺമെന്റിന്റെ ടാക്സ് റവന്യൂ കുറയുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് എന്ത് കാണിക്കുന്നത്, ലാഫർ കർവ് കാണിക്കുന്നത്. സോ ടാക്സ് റേറ്റും ടാക്സ് റവന്യൂവും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന കർവ് ഏതാണ്, ലാഫർ കർവ് ആണ്. ഓക്കെ, ദെൻ എന്താണ് പറഞ്ഞത് നമ്മൾ, ബിയോണ്ട് ഒപ്റ്റിമൽ പോയിന്റ് അല്ലെ, ഒരു ഒപ്റ്റിമൽ പോയിന്റിന് ശേഷം ഇൻക്രീസിങ് ടാക്സ് റേറ്റ് റെഡ്യൂസസ് ദ ടോട്ടൽ tax revenue because extremely high tax rate disincentive work and investment lead to tax evasion അല്ലെ. അതായത് ഒരു പരിധിയിൽ കൂടുതൽ ടാക്സ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് ഇവേഷൻ ഉള്ള ടെൻഡൻസിയാണ് അവിടെ ഉണ്ടാവുക. സോ ടാക്സ് റവന്യൂ ഇൻക്രീസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. സോ അത് കാണിക്കുന്നത് ഏത് കർവാണ്, ലാഫർ കർവാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which index is used as the primary measure of inflation by the RBI to set its benchmark policy rates? ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഓരോ മോണിറ്ററി പോളിസിയിൽ ഓരോ റേറ്റും സെറ്റ് ചെയ്യാൻ RBI യൂസ് ചെയ്യുന്നത് ഏത് ഇൻഡെക്സ് ആണ്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് WPI ആണോ, CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ദെൻ GDP ഡിഫ്ലേറ്റർ, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഏതാണ് ഇതിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ? സോ ഇവിടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് ആര് യൂസ് ചെയ്യുക, RBI യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് മീൻസ് എന്താണ്, നമ്മുടെ ഡെയിലി അതായത് റീറ്റെയിൽ പ്രൈസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുക. റീറ്റെയിൽ പ്രൈസ് അതായത് നമ്മുടെ ഡെയിലി യൂസിനുള്ള കോമൺ പീപ്പിളിന്റെ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ്, ക്ലോത്ത്, ഫുഡ് ഐറ്റംസ്, ലൈക്ക് നമ്മുടെ ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള ഗുഡ്സിന്റെ ബാസ്ക്കറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ റീറ്റെയിൽ പ്രൈസ് ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ നോക്കുക. സോ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് എന്തിനു വേണ്ടി എടുക്കുക, ബെഞ്ച്മാർക്ക് പോളിസി റേറ്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. സോ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ ബേസിക് ഇയർ ഏതാണ്, 2012. ഓക്കെ, ബേസ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള ബേസ് ഇയർ ആയിട്ട് ഇപ്പോൾ എടുക്കുന്നത് 2012 ഇൻഡെക്സ് ആണ്, പ്രൈസ് ആണ് എടുക്കുന്നത്. ബേസ് ഇയർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് 2012 ആണ്. ഇനി ആരാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്,
അതായത് ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഇനി GDP ഡിഫ്ലേറ്റർ ഒക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇൻഡെക്സ് IIP നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ കൺഫ്യൂസ്ഡ് ആവുന്നത് ഹോൾസെയിലും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും വരുമ്പോഴാണ്. സോ എന്താണ് ഏറ്റവും ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ളത് ഏതാണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ പ്രൈസിലാണ് എന്ത് ചെയ്യുക? ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുക. സോ NSO ആണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? CPI കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO ആണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? CPI കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when total utility becomes maximum, what is the value of the marginal utility? അതായത് ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിൽ എത്തുന്നു, അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്തായിരിക്കും? സോ എന്താണ് യൂട്ടിലിറ്റി തിയറീസ് അല്ലെ? ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി തിയറിയുമായി ബന്ധപ്പെട്ടതാണിത്. അപ്പം നമുക്കറിയാം, നമുക്ക് നന്നായിട്ട് ദാഹിച്ചിരിക്കുമ്പോൾ, നമ്മൾ വളരെ തേഴ്സ്റ്റിയാണ്, ആ സമയത്ത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമ്പോൾ നമുക്ക് എന്തായിരിക്കും? അതിന്റെ യൂട്ടിലിറ്റി വളരെ ഹൈ ആയിരിക്കും അല്ലെ? അത്രയും ഹൈ ആയിരിക്കും. എന്നാൽ നമ്മുടെ എന്താണ് ഓരോ ഗ്ലാസ് അഡീഷണൽ വെള്ളം കുടിക്കുന്നതിനനുസരിച്ചും നമുക്കത് കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് അതിന്റെ ആ ഒരു വാല്യൂ നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും, യൂട്ടിലിറ്റി നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ വളരെ തേഴ്സ്റ്റി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് പോലെ, ഒന്നാമത്തെ ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് പോലെയല്ല 5ാമത്തെ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത്. സോ അതാണ് പറയുന്നത്, ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിൽ എത്തുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി മീൻസ് അഡീഷണൽ യൂട്ടിലിറ്റി. അതായത് ഒരു ഗ്ലാസ് വാട്ടർ കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു, ദെൻ 2ാമത്തെ ഗ്ലാസ് കുടിക്കുമ്പോൾ അതായത് 10, ഓക്കെ 100% കിട്ടി ഇവിടെ. പിന്നെ ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ 90 ആയി, 3ാമത്തെ ഗ്ലാസ് കുടിക്കുമ്പോൾ 80 ആയി, 4ാമത്തെ ഗ്ലാസ് കുടിക്കുമ്പോൾ 65 ആയി, 5ാമത്തെ ഗ്ലാസ് കുടിച്ചപ്പോഴത്തേക്ക് അത് 35-ലെത്തി. സോ നമ്മുടെ അഡീഷണൽ ആയിട്ടുള്ള യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആൽഫ്രഡ് മാർഷലിന്റെ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് യൂട്ടിലിറ്റി നമ്മുടെ ഗ്ലാസ് ഓഫ് വാട്ടർ കൂടുന്തോറും അഡീഷണൽ നമ്മുടെ ഇൻക്രീസ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. ഓക്കെ, യൂട്ടിലിറ്റി ഡിമിനിഷിങ് ആണ്. സോ ഇവിടെ എന്തായിരിക്കും? മാക്സിമം ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിൽ എത്തുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതായത് ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിൽ എത്തുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 0-ലെത്തും. അതിനുശേഷം പിന്നെയും നമ്മൾ കൺസ്യൂം ചെയ്താൽ എങ്ങോട്ടേക്ക് പോകും? യൂട്ടിലിറ്റി നെഗറ്റീവിലേക്ക് പോകും. കാരണം ആവശ്യം കഴിഞ്ഞു അല്ലെ? ആദ്യത്തെ ബിരിയാണി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്, നല്ല സുഖം, വയറ് നിറഞ്ഞു. 2ാമത് വയറ് ഫുള്ളായിട്ടില്ല, ഒന്നും കൂടി കഴിച്ചേക്കാം. ഒന്നും കൂടി കഴിച്ച് മാക്സിമത്തിലെത്തി. ഇനിയിപ്പോ മാക്സിമത്തിലെത്തിയോ? ഇനിയിപ്പോ കഴിക്കുമ്പോൾ ലാസ്റ്റത്തെ പീസ് കഴിക്കുമ്പോൾ എന്തായി? ഫിക്സ് ആയി. സോ അഡീഷണൽ യൂട്ടിലിറ്റി 0 ആയി. ഇനി പിന്നെയും കുറച്ചും കൂടി കൊണ്ടിട്ടാൽ നമുക്ക് നെഗറ്റീവ് ആവും അല്ലെ? വൊമിറ്റിംഗിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. സോ അത് നെഗറ്റീവിലേക്ക് പോകും. ദാറ്റ് മീൻസ് ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിൽ എത്തുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 0-ലെത്തും. അതിനുശേഷവും നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങോട്ടേക്ക് പോകും? നെഗറ്റീവിലേക്ക് പോകും. ഓക്കെ, സോ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക, നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതാണ്. കൂടുതൽ എക്സാമ്പിൾസും അതുപോലെ തന്നെ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് പഠിക്കാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാം. സോ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ നമ്മുടെ മാസ്റ്റർ ബാച്ച് റണ്ണിംഗ് ആണ്. സോ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ കൂടുതൽ ഇൻഫോർമേഷൻ എക്സാമുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനും അതുപോലെ തന്നെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസിനുമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ കൂടുതൽ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. CC ഓണം, നല്ലോണം പഠിച്ചോണം.